ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ എലത്തൂർ കോരപ്പുഴ പാലത്തിന് സമീപം സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. സംസ്ഥാനത്ത് കോടതി ഫീസുകളിൽ വലിയ വർധനവ് നിശ്ചയിച്ചത് ഇരകൾക്ക് നീതി നിഷേധിക്കുന്ന സാഹചര്യങ്ങൾക്ക് ഇടയാക്കുമെന്ന് കാലിക്കറ്റ് ബാർ അസോസിയേഷൻ. പെൻഷൻ, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാർച്ചും ധർണയും നടത്തി. ഇരുപത്തിയേഴാമത് പ്രവാസി ദോഹ ബഷീർ പുരസ്കാരം 2024 പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന്. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാതയിൽ എലത്തൂർ കോരപ്പുഴ പാലത്തിന് സമീപം സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 75ഓളം പേർക്ക് പരിക്കേറ്റു. വാഹനങ്ങളുടെ അമിത വേഗത അപകട കാരണമെന്നാണ് നിഗമനം. രാവിലെ 8 മണിയോടെ കോരപ്പുഴ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡിപ്പോയ്ക്കും പമ്പിനും സമീപത്തായാണ് അപകടമുണ്ടായത്. തലശ്ശേരി കോഴിക്കോട് റൂട്ടിലോടുന്ന കണിക ബസും കോഴിക്കോട് നിന്നും കൊയിലാണ്ടിക്ക് പോകുന്ന ടിപ്പർ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇരുവാഹനങ്ങളും അമിത വേഗതയിലായിരുന്നു. ബസ് മുൻപിലുണ്ടായിരുന്ന വാഹനത്തെ മറികടക്കുമ്പോൾ എതിരെ വന്ന ടിപ്പറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറി സമീപത്തെ മതിലിൽ ഇടിച്ചു കയറി. സമയത്ത് ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. അപകടമുണ്ടായി ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പരിക്കേറ്റവരെ നാട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപകടം സമീപത്തുള്ള പെട്രോൾ പമ്പിനടുത്തോ HPC ഡിപ്പോയ്ക്കടുത്തോ ആകാതിരുന്നതും വലിയ അപകടം ഒഴിവാക്കി. അരമണിക്കൂറിനകം 2 വാഹനങ്ങളും സ്ഥലത്തു നിന്നും റോഡിന് വശത്തേക്ക് മാറ്റി ഗതാഗതം സുഗമമാക്കി. സ്ഥലത്ത് 1.5 മണിക്കൂറോളം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. 2 വാഹനങ്ങളിൽ നിന്നും റോഡിലേക്ക് ഒഴുകിയ ഇന്ധനം ഫയർ റെസ്ക്യൂ സേന ശുചീകരിച്ചു. പോലീസ്, ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്ത് കോടതി ഫീസുകളിൽ വലിയ വർധനവ് നിശ്ചയിച്ചത് ഇരകൾക്ക് നീതി നിഷേധിക്കുന്ന സാഹചര്യങ്ങൾക്ക് ഇടയാക്കുമെന്ന് കാലിക്കറ്റ് ബാർ അസോസിയേഷൻ. കോടതി ഫീസ് വർധനവ് പിൻവലിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പ്രധാനമായിട്ടുള്ളത് ഇതിനകത്ത് കുടുംബ കോടതികളിൽ സാധാരണ ആളുകളാണ് സ്ത്രീകൾക്ക് അവരുടെ കഷ്ടപ്പെട്ട് പാരൻസ് സമ്പാദിച്ചു കൊടുക്കുന്ന 10-35 പവനോ 40 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മിനിമം ഉണ്ടാവേണ്ടതാണ് ഇന്നത്തെ സാഹചര്യം അനുസരിച്ചിട്ട്. അതിൻ്റെ ശതമാന കണക്കിൽ കെട്ടിവെക്കണമെന്ന് പറഞ്ഞ അവസരത്തിൽ വലിയ ഭീമമായ സംഖ്യ കെട്ടിവെച്ച് സ്വർണം നഷ്ടപ്പെട്ടു, കുടുംബജീവിതം നഷ്ടപ്പെട്ടു. ആ സമയത്താണ് ഈ ഭാരിച്ച കോടതി വർധനവും ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ചെക്ക് കേസുകളിലും കുടുംബ കോടതികളിൽ ഫയൽ ചെയ്യുന്ന കേസുകളിലെയും ചെക്ക് കേസുകളിലെയും കോടതി ഫീസുകളിൽ നീതീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭീമമായ വർധനവാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് കാലിക്കറ്റ് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സ്വർണവും പണവും ഉൾപ്പെടെയുള്ള മുതലുകൾ തിരിച്ചു കിട്ടാൻ കുടുംബ കോടതികളെ സമീപിക്കേണ്ട സാഹചര്യം വരുന്ന സാധാരണക്കാർക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് താങ്ങാൻ കഴിയാത്ത വിധമാണ് കോടതി ഫീസുകളിൽ വർധനവ് നടപ്പാക്കിയിരിക്കുന്നത്. നീതി കിട്ടാൻ വൻതുക കോടതി ഫീസ് അടയ്ക്കേണ്ടി വരുമ്പോൾ അത് നീതി നിഷേധത്തിന് വഴിവെക്കുകയും സമൂഹത്തിന്റെ പ്രതികരണ ശേഷി ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ബാർ അസോസിയേഷനും അഭിഭാഷക സംഘടനകളും ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കോടതി ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജൂലൈ 6 രാവിലെ 11 മണി മുതൽ 11:15 വരെ അഭിഭാഷകർ കോടതി നടപടികളിൽ നിന്നും വിട്ടുനിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MG അശോകൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P രാജേഷ് കുമാർ, സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് സോമൻ,
ട്രഷറർ അഡ്വക്കേറ്റ് മുഹമ്മദ് ജാസിം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പെൻഷൻ, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാർച്ചും ധർണയും നടത്തി. ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ AKPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനീഷ് പാമ്പൂർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, ആരോഗ്യ ഇൻഷുറൻസ്, പെൻഷൻ അപേക്ഷകൾ സുതാര്യമാക്കുക, പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, മരണാനന്തര സഹായം വർദ്ധിപ്പിക്കുക, അംഗങ്ങളുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 14 ജില്ലകളിലും ക്ഷേമനിധി ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. കോഴിക്കോട് ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനീഷ് പാമ്പൂർ ഉദ്ഘാടനം ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ അനുഭവപൂർണമായ ഒരു പരിഗണന ഞങ്ങൾക്ക് തരണം. ഈ സമരത്തിന് യാഥാർത്ഥ്യമായ ഒരു ആവശ്യം അംഗീകരിക്കുകയും അത് ഈ കേരളത്തിലെ ഫോട്ടോഗ്രാഫർമാർക്ക് ഉപയോഗപ്രദമായി തീരുകയും ചെയ്യട്ടെ എന്ന് ഈ സമയം ഞാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ഈ സമരം ഇതൊരു സൂചനാ സമരമാണ്. ഈ സൂചനാ സമരത്തിലൂടെ ഞങ്ങൾക്ക് വേണ്ടതായ അവകാശങ്ങൾ തന്നില്ലെങ്കിൽ ഈ കേരളത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് ഈ സമരത്തെ വളരെ ജനകീയമായി മാറ്റുകയും അതിലൂടെ ഈ പറയുന്ന ആവശ്യങ്ങൾ പിടിച്ചെടുക്കാനും വാങ്ങിയെടുക്കുവാനും കഴിവുള്ള പ്രസ്ഥാനമായി AKPA പ്രസ്ഥാനം ഇവിടെ ഉണ്ടാവും എന്ന് ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് ജയൻ രാഗം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജിതിൻ വളയനാട്, ജില്ലാ ട്രഷറർ മധു കെ തുടങ്ങിയവരും പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 27ാമത് പ്രവാസി ദോഹ ബഷീർ പുരസ്കാരം 2024 പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന് 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് തിരൂർ തുഞ്ചൻ പറമ്പിൽ നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കുമെന്ന് പുരസ്കാര സമിതി അറിയിച്ചു. വാസ്തുശില്പങ്ങൾ കൊണ്ട് മലയാളിയുടെ കലാരൂപത്തെ രചനാത്മകമായി നിർമ്മിച്ചെടുത്ത പ്രമുഖ ശില്പി കാനായി കുഞ്ഞിരാമനാണ് ഈ വർഷത്തെ 27ാമത് പ്രവാസി ദോഹ ബഷീർ പുരസ്കാരം. മലമ്പുഴ ഡാം ഗാർഡനിലെ യക്ഷി, ശംഖുമോൾ ബീച്ചിലെ സാഗരകന്യക, കൊച്ചിയിലെ മുക്കോലപ്പെരുമാൾ, ത്രിമൂർത്തികൾ തുടങ്ങിയ അനുഭവ ശില്പങ്ങൾ കൊണ്ട് നമ്മളെ മലന്തോർന്ന ഈ വാസ്തുശില്പകാരന് ഇപ്പോൾ 86 വയസ്സുണ്ട്. മൗലികതയാർന്ന വാസ്തുശില്പങ്ങൾ കൊണ്ട് മലയാളിയുടെ കലാബോധത്തെ രചനാത്മകമായി നിർമ്മിച്ചെടുത്ത പ്രമുഖ ശില്പി കാനായി കുഞ്ഞിരാമന് ഈ വർഷത്തെ 27ാമത് പ്രവാസി ദോഹ ബഷീർ പുരസ്കാരം നൽകുമെന്ന് പുരസ്കാര സമിതി ഭാരവാഹികൾ പറഞ്ഞു. 50,000 രൂപയും നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത ഗ്രാമഫോൺ ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. അവാർഡ് ജേതാവിന്റെ ഗ്രാമത്തിൽ നിന്നും അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത മിടുക്കനായ വിദ്യാർത്ഥിക്ക് MN വിജയന്റെ പേരിലുള്ള 15,000 രൂപയുടെ അവാർഡും ചടങ്ങിൽ വെച്ച് നൽകും. തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് അവാർഡ് വിതരണം ചെയ്യുമെന്നും സമയം കാനായിയുടെ സൗകര്യത്തിനനുസരിച്ച് തീരുമാനിക്കുമെന്നും ബഷീറിന്റെ മക്കളായ അനീസ്, ഷാഹിന, വെങ്കിടാചലം, ബാലചന്ദ്രൻ പുതുക്കുടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. CISCE കേരള റീജിയൻ F സോൺ ചെസ് ടൂർണമെന്റ് കോഴിക്കോട്ട് സംഘടിപ്പിച്ചു. മാനന്തവാടി സെന്റ് പാട്രിക് സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പും സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റണ്ണേഴ്സപ്പും നേടി. കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നിന്നും 9 സ്കൂളുകളിൽ നിന്നായി 122 വിദ്യാർത്ഥികളാണ് F സോൺ ചെസ് ടൂർണമെന്റിൽ മാറ്റുരച്ചത്. കോഴിക്കോട് കാളൂർ റോഡ് നിർമ്മൽ ഹൃദയ സ്കൂൾ ഹാളിൽ നിന്നായിരുന്നു മത്സരം. മാനന്തവാടി സെന്റ് പാട്രിക് സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പും ചേവരമ്പലം സെന്റ് മേരീസ് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റണ്ണേഴ്സപ്പും കരസ്ഥമാക്കി.
of this chess tournament 2024. They are the champions of this chess tournament 2024. വിജയികൾക്ക് ചേവരമ്പലം സെന്റ് മേരീസ് സ്കൂൾ പ്രിൻസിപ്പൽ ആനിസ് മൊമെന്റോ സമ്മാനിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ സെക്രട്ടറി KA ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചെസ് പഠനം ഏകാഗ്രത വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെസ് പഠിക്കുന്നവന് നല്ല പ്ലാൻ ചെയ്യാൻ കഴിവുള്ള, ചെറുപ്പത്തിലെ തന്നെ പ്ലാൻ ചെയ്യാനുള്ള കഴിവ് ഇതിന് വികസിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മളെ IQ വളർത്താൻ കഴിയും. അതുപോലെ തന്നെ ക്ഷമയോടുകൂടി നമ്മൾ ഏത് കാര്യത്തിനും ക്ഷമ വേണം. ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് സ്വായത്തമാക്കി എടുക്കാവുന്ന ഒരു ഗെയിമാണ് ചെസ്. സ്കൂൾ പ്രിൻസിപ്പൽ C. മെഴ്സിലിസ് SH അധ്യക്ഷയായി. സ്റ്റാഫ് സെക്രട്ടറി ബീന ശശിധരൻ, സിസ്റ്റർ റിൻസി മാത്യു, P. അശ്വതി തുടങ്ങിയവർ സംബന്ധിച്ചു. ആനന്ദ് ചെസ് അക്കാദമിയുടെ സഹകരണത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചതിലൂടെ ലോകത്തിനു മുന്നിൽ കോഴിക്കോടിന്റെ യശസ് ഉയർന്നതിൽ സന്തോഷവും അഭിമാനവും പങ്കിട്ട് കോർപ്പറേഷൻ കൌൺസിൽ യോഗം. സാഹിത്യ നഗരം പ്രഖ്യാപനത്തെ പിന്തുണച്ച് കൌൺസിൽ ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കി. പോർച്ചുഗലിലെ ബ്രാഗ നഗരത്തിൽ മേയർ ബീന ഫിലിപ്പും കോർപ്പറേഷൻ സെക്രട്ടറി KU ബിനിയും ചേർന്ന് അംഗീകാരം കോഴിക്കോടിന് വേണ്ടി ഏറ്റുവാങ്ങുന്നതിന്റെ അഭിമാനവും ആഹ്ലാദവുമാണ് കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിലെ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയത്. ചെയറിലുണ്ടായിരുന്ന ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദാണ് സാഹിത്യ നഗര പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം യോഗം ഐകകണ്ഠേന അംഗീകരിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം ഗോകുലം ഫുട്ബോൾ ക്ലബിന് ലീസിന് നൽകിയതിന്റെ കാലാവധി കഴിഞ്ഞിട്ട് 1 വർഷമായെന്നും ഇതുവരെ തിരിച്ചെടുത്തില്ലെന്നും കൗൺസിൽ യോഗത്തിൽ SK അബൂബക്കർ ശ്രദ്ധ ക്ഷണിച്ചു. സ്റ്റേഡിയത്തിന്റെ പരിപാലനവും നടത്തിപ്പും ഏറ്റെടുക്കാൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും അവരുമായി ചർച്ച നടത്തിയ ശേഷം കൗൺസിലിന്റെ അംഗീകാരത്തോടെ തീരുമാനമെടുക്കുമെന്നും ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് പറഞ്ഞു. സ്റ്റേഡിയത്തിന്റെ പരിപാലനം വേണ്ട രീതിയിൽ ചെയ്യാത്തതിനാൽ ഗോകുലത്തിന്റെ കരാർ നീട്ടേണ്ടതില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നും ഡെപ്യൂട്ടി മേയർ വ്യക്തമാക്കി. റദ്ദ് ചെയ്യാനുള്ള വ്യവസ്ഥകളടങ്ങിയ പുതിയ തീരുമാനം 2023 5 മാസം എടുത്തു. നഗരസഭയോടുള്ള താല്പര്യം ഫുട്ബോളിന്റെയും ഗ്രൗണ്ടിന്റെയും സംരക്ഷണം, അതിനുവേണ്ടി വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഇംഗ്ലീഷ് പറഞ്ഞ കേരള ഫുട്ബോൾ അസോസിയേഷൻ KFA, അത് അംഗീകൃതമായ കേരളത്തിലെ ഫുട്ബോൾ അസോസിയേഷൻ, അവർ ഇതിനോട് തീരുമാനിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൗൺസിലിനെ സമീപിച്ചിരുന്നു. ഇപ്പോൾ നാഷണൽ ലെവലിൽ നടക്കാൻ പോകുന്നു. നമ്മുടെ മുന്നിൽ കോഴിക്കോട്ട് നടത്തിയ സാഹിത്യ നഗര പ്രഖ്യാപന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതിനെ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാർ വിമർശിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാറിലെ റെയിൽ യാത്രക്കാരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി എത്തിയ ഷൊർണൂർ കണ്ണൂർ അൺറിസർവ്ഡ് ട്രെയിനിന് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് VK സജീവന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകരാണ് കോഴിക്കോട് സ്റ്റേഷനിൽ ട്രെയിനിനെ സ്വീകരിച്ചത്. അഭിവാദ്യമർപ്പിച്ച് മുദ്രാവാക്യം വിളിച്ചും പുഷ്പവൃഷ്ടി നടത്തിയും ആവേശത്തോടെയാണ് ആദ്യ ഓട്ടവുമായെത്തിയ ട്രെയിനിനെ സ്വീകരിച്ചത്. ലോക്കോ പൈലറ്റുമാരെ VK സജീവൻ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. ഏറെ നാളുകളായി യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിൽ 3ാം മോദി സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ പ്രഥമ പരിഗണന നൽകി കേരളത്തോട് അനുഭാവം കാണിച്ച സർക്കാരിനും റെയിൽവേ മന്ത്രിക്കും BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ നന്ദി അറിയിച്ചു. മുൻ റെയിൽവേ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റി കമ്മിറ്റി ചെയർമാൻ PK കൃഷ്ണദാസിന്റെയും MPമാരായ PT ഉഷ, സുരേഷ് ഗോപി എന്നിവരുടെയും സമയോചിത ഇടപെടലുകളാണ് ദീർഘകാല ആവശ്യത്തിന് പ്രഥമ പരിഗണന നൽകി പുതിയ പാസഞ്ചർ ട്രെയിൻ മലബാറിന് അനുവദിച്ച് കിട്ടാൻ കാരണമായതെന്നും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ BJP പ്രവർത്തകർ ട്രെയിനിന് നൽകിയ സ്വീകരണത്തിന് ശേഷം VK സജീവൻ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു. ഈ മലബാറിലെ റെയിൽവേ യാത്രക്കാരുടെ ദുരിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പാസഞ്ചർ ട്രെയിന് ഓടിത്തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും, എല്ലാ യാത്രക്കാരും വളരെ സന്തോഷപൂർവ്വമാണ് ഈ ട്രെയിനിൻ്റെ വരവിനെ. ഒരു പാസഞ്ചർ ട്രെയിനാണ് എത്തിയതെങ്കിൽ കൂടി
വളരെ വലിയ ആവേശത്തോടു കൂടി എല്ലാവരും സ്വീകരിക്കുന്നത്. ഈ യാത്രാ ദുരിതം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്. ദീർഘകാലമായിട്ടുള്ള ആവശ്യത്തിനാണ് നരേന്ദ്രമോദി സർക്കാർ അനുഭാവപൂർണമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ ട്രെയിന് അനുവദിച്ചിട്ടുള്ളത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ M. മോഹനൻ, E. പ്രശാന്ത് കുമാർ, ഹരിദാസ് പൊക്കിണാരി, അജയ് നെല്ലിക്കോട്, പ്രശോഭ് കോട്ടൂളി തുടങ്ങിയവരും സംസാരിച്ചു. T. ചക്രായുധൻ, ജുബിൻ ബാലകൃഷ്ണൻ, KK രജീഷ്, ഷെയ്ഖ് ഷാഹിദ്, CP വിജയകൃഷ്ണൻ, പ്രവീൺ ശങ്കർ എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ മിൽമയുടെ ജീവൻ പദ്ധതിക്ക് തുടക്കമായി. കോഴിക്കോട് ഡയറി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മിൽമ ചെയർമാൻ KS മണി ഗ്രാന്റ് കൈമാറി ജില്ലയിലെ ജീവൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പാൽ സംഭരണം നന്നേ കുറവുള്ള സംഘങ്ങളെ ശാക്തീകരിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ജീവൻ. സംഘത്തിന്റെ പ്രവർത്തന ചെലവ്, ജീവനക്കാരുടെ വേതനം എന്നിവ സുഗമമാക്കുന്നതിനായി മലബാർ മേഖലാ യൂണിയൻ പ്രതിമാസം ഒരു നിശ്ചിത സംഖ്യ ഇത്തരം സംഘങ്ങൾക്ക് കൈമാറും. കോഴിക്കോട് ജില്ലയിലെ 42 സംഘങ്ങൾക്ക് ജീവൻ പദ്ധതിയിലൂടെ ഗ്രാന്റ് ലഭിക്കും. കരുതലും ക്ഷേമവും എന്ന മലബാർ മിൽമയുടെ വാർഷിക ആസൂത്രണ പദ്ധതി ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. പാൽ സംഭരണ വർധനവുൾപ്പെടെ ക്ഷീരമേഖലയിലെ എല്ലാ വശങ്ങളും സ്പർശിച്ചുകൊണ്ടുള്ള പദ്ധതി അടങ്കൽ തുകയുടെ വലിപ്പം കൊണ്ടും മികച്ചു നിൽക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം കോഴിക്കോട് ഡയറി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മിൽമ ചെയർമാൻ KS മണി നിർവഹിച്ചു. ചടങ്ങിൽ മലബാർ മിൽമ ഭരണസമിതി അംഗം P. ശ്രീനിവാസൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. മിൽമ ജനറൽ മാനേജർ NK പ്രേംലാൽ പദ്ധതി വിശദീകരിച്ചു. മിൽമ ഭരണസമിതി അംഗം KK അനിത, മലബാർ മിൽമ ഭരണസമിതി അംഗം PT ഗിരീഷ് കുമാർ, മാനേജർ PNDI IS അനിൽകുമാർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലോക്സഭയിൽ ഹിന്ദുവിരുദ്ധ പരാമർശം നടത്തിയ രാഹുൽ ഗാന്ധി പ്രസ്താവന പിൻവലിച്ച് രാജ്യത്തോടും ഹിന്ദു സമൂഹത്തോടും മാപ്പ് പറയണമെന്ന് ഹനുമാൻ സേന ഭാരത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഹനുമാൻ സേന സായാഹ്ന ധർണയും കോലം കത്തിക്കലും നടത്തി. പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുകയും ലോക്സഭയെ അപമാനിക്കുകയും ചെയ്തുവെന്നാരോപിച്ച് ഹനുമാൻ സേന ഭാരത് കോഴിക്കോട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. കിഡ്സൺ കോർണറിൽ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചു. സായാഹ്ന ധർണ ചെയർമാൻ AM ഭക്തവത്സലൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു വിരുദ്ധ പരാമർശം നടത്തിയ രാഹുൽ ഗാന്ധി മാപ്പു പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹിന്ദു സംസ്കാരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി അന്തർദേശീയ ഗൂഢാലോചന നടത്തി വിദേശ ശക്തികളുടെ കാശും അച്ചാരവും വാങ്ങി ചാരപ്പണി നടത്തുകയാണ് രാഹുൽ ഗാന്ധി ഇവിടെ ചെയ്യുന്നത്. ആ ചാരപ്പണി ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഉറങ്ങിക്കിടക്കുന്ന ഹൈന്ദവ ശക്തി ഉണർന്നു കഴിഞ്ഞാൽ പാർലമെന്റിന്റെ ലോകസഭയിലെ അകത്തേക്ക് കാലെടുത്തു വെക്കാൻ രാഹുൽ ഗാന്ധി കഴിയില്ല എന്ന് ഭാരതീയ ഹനുമാൻ സേന പ്രഖ്യാപിക്കുകയാണ്. രാഹുലിന്റെ പ്രസ്താവനയെ പിന്തുണച്ച മാതൃഭൂമി പത്രവും പ്രതിഷേധക്കാർ കത്തിച്ചു. അനിൽജിത്ത്, സംസ്ഥാന സമിതി അംഗം ഉണ്ണികൃഷ്ണൻ കരിപ്പാളി തുടങ്ങിയവർ സംസാരിച്ചു. ശശി ആർട്ടിസ്റ്റ്, ഷെട്ടി സുന്ദരൻ, CK വേലായുധൻ, ശ്രീകല, ശോഭ അയ്യർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2024 ആശയം ബുക്സ് ബഷീർ സ്മാരക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിവിധ വിഭാഗങ്ങളിലായി 16 പുരസ്കാരങ്ങളാണ് നൽകുന്നത്. കോഴിക്കോട് നടക്കുന്ന ബഷീർ ഉത്സവം പരിപാടിയിൽ പുരസ്കാരങ്ങൾ സമർപ്പിക്കുമെന്ന് സംഘാടകർ വ്യക്തമാക്കി. 2024 ആശയം ബുക്സ് ബഷീർ സ്മാരക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. നോവൽ, കഥാസമാഹാരം, കവിതാ സമാഹാരം, പഠനം, ജീവചരിത്രം എന്നീ 5 വിഭാഗങ്ങളിലായി ഓരോ വിഭാഗത്തിലും 3 കൃതികൾക്ക് വീതവും ജൂറിയുടെ ഒരു പ്രത്യേക പുരസ്കാരവും ഉൾപ്പെടെ ആകെ 16 പുരസ്കാരങ്ങളാണ് നൽകുന്നത്.
ആശയം ബുക്സ് അധ്യക്ഷനും ചീഫ് എഡിറ്ററുമായ പ്രൊഫസർ MK സാനുവിന്റെ മേൽനോട്ടത്തിലാണ് പുരസ്കാരങ്ങൾ നിർണയിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. പ്രായം കൊണ്ട് മുതിർന്ന ആളുകളാണെങ്കിലും ആദ്യമായിട്ട് എഴുത്തിന്റെ മേഖലയിലേക്ക് വരുന്ന ആളുകളൊക്കെ ആയിരിക്കാം. അപ്പൊ അവർക്ക് ഒരു തുറസ് കിട്ടുക, പരസ്യം കിട്ടുക, വായനക്കാരുടെ ശ്രദ്ധയിൽ അവരും അവരുടെ കൃതിയും വരിക, ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് കാശ് കൊടുക്കുന്നില്ല. പിന്നെ കൊടുക്കുന്നത് ഈ പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നതിന് പുറമെ നമ്മൾ മെമൻറ്റോയും പ്രശസ്തി പത്രവുമാണ് കൊടുക്കുക. അത് കാര്യമായിട്ടുള്ള ഒരു ഇവന്റിൽ വെച്ചിട്ട് നമ്മൾ നൽകും. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ആശയം ബുക്സ് 1994 പുറത്തിറക്കിയ അനുസ്മരണ പഠന ഗ്രന്ഥത്തിന്റെ അനുബന്ധമായാണ് ബഷീർ സ്മാരക പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ഗ്രന്ഥത്തിന് 30 വയസ്സ് പൂർത്തിയായ വേളയിൽ വിപുലമായി സംഘടിപ്പിക്കുന്ന ബഷീർ ഉത്സവ പരിപാടിയിൽ വെച്ച് പുരസ്കാരങ്ങൾ സമർപ്പിക്കുമെന്നും ആശയം ബുക്സ് ഡയറക്ടർ VVA ഷുക്കൂർ, കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ വലിയ വീട്ടിൽ, ഖാദർ പാലാഴി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടുവട്ടം KTSA ഫുട്ബോൾ അക്കാദമി മാറാട് വിവേകാനന്ദ വിദ്യാലയത്തിൽ രക്ഷിതാക്കൾക്കായി ഇന്ററാക്ടിംഗ് പരിപാടി സംഘടിപ്പിച്ചു. പ്രശസ്ത ഫുട്ബോൾ പരിശീലകൻ ദീപക്കുമായി നിരവധി രക്ഷിതാക്കൾ സംസാരിച്ചു. ടെക്നിക്കൽ ഡയറക്ടർ ബിനീഷ് നായർ നേതൃത്വം നൽകി. കോഴിക്കോട് മാറാട് വിവേകാനന്ദ വിദ്യാലയത്തിൽ KTSA ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇന്ററാക്ടിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. പ്രശസ്ത ഫുട്ബോൾ കോച്ച് ദീപക് CM ഉദ്ഘാടനം ചെയ്തു. കളിക്കുന്നതാണോ സുഖം, ഇവിടെ ഇരിക്കുന്നതാണോ സുഖം? അതേ പറഞ്ഞത്, ഇവിടെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് എന്നാലും ഞാൻ നിങ്ങളുടെ കുറച്ച് നേരം സംസാരിച്ചിട്ട് വളരെ സന്തോഷം. കുട്ടികളെ കാണുമ്പോൾ എപ്പോഴും, കാരണം 10-28 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ. അപ്പം ഇപ്പം പ്രത്യേകിച്ച് ഞാൻ പറയാ പ്രൊഫഷണൽ ലെവലിലൊക്കെ കോച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം ഞാൻ കുട്ടികളെ ഇടയിലേക്കാണ് ഇറങ്ങി വന്നത്. ഇപ്പോഴാണ് എൻ്റെ ജോലി മുഴുവൻ കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് കുട്ടികളെ കാണുമ്പോൾ എപ്പോഴും സന്തോഷമാണ്. ആദ്യമായി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കട്ടെ പേരൻസിനെ. കാരണം ഹെഡ് കോച്ച് ഷുജിത്ത്, ബിനീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയിൽ ബിനീഷ് നായർ അധ്യക്ഷത വഹിച്ചു. രാജീവ് മംഗലത്ത്, PTA പ്രസിഡന്റ് ബൈജു തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രിയിൽ e-ഹെൽത്ത് സൗകര്യം ഏർപ്പെടുത്തി. പദ്ധതിയുടെ ഉദ്ഘാടനം ശ്രീ അഹമ്മദ് ദേവർകോവിൽ MLA ആശുപത്രി നോഡൽ ഓഫീസർ ഡോക്ടർ സുപ്രിയയ്ക്ക് UHID കാർഡ് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ ശ്രീ SK അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ DMO ഡോക്ടർ AP ദിനേശ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുജാത M, e-ഹെൽത്ത് ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ PB പ്രമോദ് കുമാർ, HMC മെമ്പർമാരായ ശ്രീ മനാഫ്, ശ്രീ ഫിറോസ്, ശ്രീമതി ലതാകുമാരി എന്നിവർ സംസാരിച്ചു. ആശുപത്രിയിൽ ചികിത്സയ്ക്കായി വരുന്ന രോഗികൾ UHID കാർഡ് കൊണ്ടുവരാനും കാർഡില്ലാത്തവർ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറുള്ള ഫോണും കയ്യിൽ കരുതേണ്ടതാണ്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വിവിധ സെന്ററുകളിലേക്കുള്ള റഫറൽ സംവിധാനം ഇതുവഴി സുതാര്യമാകും. രോഗിയുടെ സമ്പൂർണ്ണ രോഗവിവരങ്ങൾ ഒരു വിരൽത്തുമ്പിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വഴി ലഭ്യമാകും. പാലട പായസവും ഇളനീർ ഐസ്ക്രീമും പുറത്തിറക്കി മിൽമ. പ്രവാസികൾക്കായി വിദേശത്തേക്ക് കയറ്റി അയക്കാനാണ് റെഡി ടു ഡ്രിങ്ക് പാലട പായസം മലബാർ യൂണിയനും ഇളനീർ ഐസ്ക്രീം എറണാകുളം യൂണിയനും പുറത്തിറക്കിയത്. 2 ഉൽപ്പന്നങ്ങളും സംസ്ഥാനത്തെ എല്ലാ ഔട്ട്ലെറ്റുകൾ വഴിയും ലഭ്യമാകും. 12 മാസം വരെ കേടുകൂടാതിരിക്കുന്ന പാലട പായസമാണ് മിൽമ വിപണിയിൽ എത്തിക്കുന്നതെന്ന് മിൽമ ഫെഡറേഷൻ ചെയർമാൻ KS മണി പറഞ്ഞു. മൈക്രോവേവ് അസിസ്റ്റഡ് തെർമൽ സ്റ്റെറിലൈസേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള അസെപ്റ്റിക് രീതിയിലാണ് പാലട പായസം തയ്യാറാക്കുന്നതും പാക്ക് ചെയ്യുന്നതും. ആന്ധ്രാപ്രദേശിലെ ശ്രീ സിറ്റിയിലുള്ള ടാറ്റയുടെ അത്യാധുനിക MMTS സ്മാർട്ട് ഫുഡ് പ്ലാന്റിലാണ് നിർമ്മിക്കുന്നത്. 4 പേർക്ക് വിളമ്പാനാകുന്ന 400 ഗ്രാം പാക്കറ്റിലാണ് ഇത് വിപണിയിലെത്തുക. 150 രൂപയാണ് വില. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിൽ എലത്തൂർ കോരപ്പുഴ പാലത്തിന് സമീപം സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. സംസ്ഥാനത്തെ കോടതി ഫീസുകളിൽ വലിയ വർധനവ് നിശ്ചയിച്ചത് ഇരകൾക്ക് നീതി നിഷേധിക്കുന്ന സാഹചര്യങ്ങൾക്ക് ഇടയാക്കുമെന്ന് കാലിക്കറ്റ് ബാർ അസോസിയേഷൻ.
പെൻഷൻ, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാർച്ച് ധർണയും നടത്തി. ഇരുപത്തിയേഴാമത് പ്രവാസി ദോഹ ബഷീർ പുരസ്കാരം 2024 പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.